പക്ഷേ 2 മാസത്തെ 2-3 മാസത്തെ ആയുസ്സേ ഉള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് അനുകൂലമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. വ്യാപാര മേഖലകൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ള ഒരു ബജറ്റ് എന്നതിനെ പറയാൻ പറ്റില്ല. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ 2 മാസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിന് തൊട്ടു മുമ്പായി കേരളത്തിൻ്റെ ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന നിയമസഭയിൽ അവസാനത്തെ ബജറ്റ്, പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. വോട്ട് ഓൺ അക്കൗണ്ട് അല്ല, സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിച്ചത്. ഈ ബജറ്റിൽ ഒട്ടേറെ പ്രഖ്യാപനങ്ങളുണ്ട്. സാമൂഹിക ക്ഷേമവുമായി ബന്ധപ്പെട്ടതും വികസനവുമായി ബന്ധപ്പെട്ടതുമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ അടങ്ങിയ ഒരു ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. സിൽവർ ലൈൻ എന്ന പദ്ധതിക്ക് കേന്ദ്രത്തിൻ്റെ അംഗീകാരം ലഭിക്കാത്തതിനാൽ പുതിയൊരു അതിവേഗ റെയിൽ പദ്ധതിയാണ് ഈ പുതുതായി ഇന്ന് അവതരിപ്പിക്കുന്നത്. അതിനുവേണ്ടി 100 കോടി രൂപയോളം അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ വേണ്ടി നീക്കിവെച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി വിവിധ സാമൂഹ്യക്ഷേമ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വേതനത്തിലും 1000 രൂപ മുതൽ 500 രൂപ വരെയുള്ള വർധനവ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ആശാവഹമായ കാര്യങ്ങളാണെന്നിരിക്കലും ഇത് യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടത് അടുത്ത ഗവൺമെൻറ്റാണ് എന്നുള്ളൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ നിലയിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ബജറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ബജറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണോ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി എന്നോടൊപ്പം കാലിക്കറ്റ് സർവകലാശാലയുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അധ്യാപകനായ ഡോക്ടർ മുനീർ ബാബു ഉണ്ട്. ഒപ്പം ശ്രീ AP അബ്ദുള്ളക്കുട്ടി, അദ്ദേഹം കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡൻ്റാണ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ മുനീർ ബാബുവിലേക്കാണ്. ഇന്ന് അവതരിപ്പിക്കപ്പെട്ട ബജറ്റ് എങ്ങനെയാണ് ആ ബജറ്റിനെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ അതെങ്ങനെയാണ് അതിനെ കാണുന്നത്? നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ളൊരു ബജറ്റാണെങ്കിൽ പോലും ഒരു ക്ഷേമ സ്കീമുകളിലും പ്രോഗ്രാമുകളിലും അധിഷ്ഠിതമായി, എന്നാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നിജസ്ഥിതി ഒരു നമ്മൾക്ക് പറയാം ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ബജറ്റ്, ഒരു ഐഡിയൽ അല്ല, അതേപോലെ ഒരുപാട് പ്രോമിസിങ് ആയിട്ടല്ല എങ്കിലും വളരെ ക്ഷേമത്തിൽ ഊന്നിയിട്ടുള്ള, അതായത് വ്യത്യസ്ത മേഖലകളിലുള്ള, ഇപ്പോൾ നമ്മൾ IT മേഖലയാണെങ്കിലും പരമ്പരാഗത ചെറുകിട മേഖലകളാണെങ്കിലും കാർഷിക മേഖലകളാണെങ്കിലും അതുപോലെ തന്നെ അസംഘടിത തൊഴിലാളികൾ, സംഘടിത മേഖലയിൽ തന്നെ ആശാ വർക്കേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അവരുടെയൊക്കെ ക്ഷേമത്തിൽ ഊന്നിയുള്ള ഇൻഷുറൻസ് പദ്ധതികൾ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷേമ പെൻഷന് ഏകദേശം 14,500 കോടി രൂപ നീക്കിവെച്ച 2,000 രൂപ ക്ഷേമ പെൻഷനിൽ ഒരു വർധനവ് ഇല്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ സാമ്പത്തിക നിജസ്ഥിതി കണക്കിലെടുത്ത് ഒരു സമ്പൂർണ്ണ മേഖലകളെയും വ്യത്യസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഒരു ബജറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകൾ എടുക്കുകയാണെങ്കിലും ഗവൺമെൻറ് നല്ലൊരു അലോക്കേഷൻ, ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ സെൻട്രൽ അലോക്കേഷൻ ഏകദേശം 6% കുറഞ്ഞിരിക്കുകയും അതേ സ്ഥിതിയിൽ നമ്മുടെ വരുമാനം മൊബിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 3% കൂടുതൽ. അപ്പോൾ ആ ഒരു ഫൈനാൻഷ്യൽ ഡിസ്ട്രസ് ഉണ്ടെങ്കിൽ പോലും ആ പരിമിതികളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു യാഥാർത്ഥ്യ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റാണെന്ന് പറയാൻ സാധിക്കും. അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ ബജറ്റ് ഇനി ഈ അടുത്ത 2 മാസം മാത്രമേ ഈ സർക്കാരിന് കാലാവധി ഉള്ളൂ എന്നുള്ളതാണ്. ആ കാലാവധിക്ക് അകത്ത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഈ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വന്നാൽ മാത്രമാണ് ഈ ബജറ്റ് നടപ്പാക്കാൻ കഴിയുള്ളൂ? അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞത് നടപ്പാക്കാൻ പോകുന്നില്ലാത്തൊരു ബജറ്റാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടെ ഉണ്ട് അതിൽ. അല്ല, വലിയൊരു അലോക്കേഷൻ വരുന്ന മേഖലകൾ എടുത്തു നോക്കിയാൽ ഉടനെ അലോക്കേഷൻ വരുന്ന, ഉദാഹരണത്തിന് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ക്ഷേമ, നിങ്ങൾക്കറിയാം DA കുടിശ്ശിക, അതെല്ലാം ഉടനെ തന്നെ കൊടുക്കേണ്ട. അതേപോലെ നമ്മുടെ ക്ഷേമ പെൻഷന്
അതേപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഏകദേശം 3820 കോടി. ഇതെല്ലാം ഉടനെ അലോക്കേഷൻ വരേണ്ട ഒരു പദ്ധതികളാണ്. എന്നിരുന്നാലും പലതും പറയുമ്പോൾ തന്നെ വാർഷിക പദ്ധതികളിലൂടെ നോക്കുകയാണെങ്കിൽ പല അലോക്കേഷനും ഈ വരുന്ന സാമ്പത്തിക വർഷത്തിന്റെ മിഡൊക്കെ ആകുമ്പോഴേക്ക് നടപ്പിലാക്കേണ്ടതാണെങ്കിൽ പോലും ഈവൻ പ്രതിപക്ഷം പോലും ഒരു അവരംഗീകരിക്കും ഇതെല്ലാം യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഉള്ള ഒരു ബജറ്റാണെന്നുള്ളത്. പക്ഷെ ഞാൻ ആ പൊളിറ്റിക്കൽ വശങ്ങളിലേക്ക് കടക്കുന്നില്ല. പിന്നെ അത്രയേ ഉള്ളൂ. ഡോക്ടർ ശ്രീ അബ്ദുള്ളക്കുട്ടിയിലേക്കാണ്. ഈ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരുന്ന ഈ ബജറ്റ് കേരളത്തിൻ്റെ വ്യാപാര മേഖലയ്ക്ക് ഉത്തേജനവും അതുപോലെ തന്നെ അതിന് പിന്തുണയും നൽകുന്ന അതിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായ ഒരു ബജറ്റാണ് എന്ന ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇത് തുടക്കത്തിൽ പറയട്ടെ, ഇത് എല്ലാറ്റിന്റെയും തലോടിയുള്ളൊരു ബജറ്റാണ്. ഒരു ഇലക്ഷനെ മുന്നിൽ കണ്ടുള്ള ഒരു ജനകീയ ബജറ്റ് എന്ന് തന്നെ ഇതിനെ പറയാം. അതിനൊരു ജനകീയ മുഖം നൽകിയിട്ടുണ്ട്. സാധാരണക്കാരെയും യുവജനങ്ങളെയും അതേപോലെ തന്നെ ചില ഇൻഫ്രാസ്ട്രക്ചർ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ്. എങ്കിലും താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായി ഒരു വ്യാപാര മേഖലയുടെ പ്രതിനിധി നിങ്ങൾക്ക് വ്യാപാര മേഖലകൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ള ഒരു ബജറ്റ് എന്നതിനെ പറയാൻ പറ്റില്ല. ഈ ബജറ്റ് ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയാണോ എന്നുള്ളത് നമ്മളെപ്പോഴും വിലയിരുത്തേണ്ടതുണ്ട്. കാരണം വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവും നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് അലൊക്കേഷൻ കുറഞ്ഞതുമൊക്കെ ഈ വരുമാനം എങ്ങനെ കണ്ടെത്താൻ കഴിയും, ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. അതേപോലെ തന്നെ വ്യവസായിക മേഖലകളിലും അതേപോലെ തന്നെ ഈ യുവാക്കളുടെയിലുള്ള തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്നുള്ള രീതിയിലൊന്നും ഈ ബജറ്റിനെ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഒരു വ്യാപാര വ്യവസായ ഭാഗത്തിന്റെ ഒരു ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അവർക്ക് ഉത്തേജനം നൽകുന്ന ഒരു നിലപാടുകൾ ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ കുറവാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ജനകീയമായിട്ടുള്ളൊരു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് മാത്രം പോരാ, ഈ കേരളത്തെ താങ്ങി നിർത്തുന്ന ഈ ടാക്സ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ചെറുകിട ഇടത്തര വ്യവസായികളെ പ്രചോദിപ്പിക്കുന്നതിനും അതിലൂടെ വരുമാനം കണ്ടെത്തുന്നതിനും അതിനുള്ള ഒരു നല്ല സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ഒരു ദീർഘകാല കാഴ്ചപ്പാടുണ്ടോ എന്നത് സംശയം തന്നെയാണ്. അപ്പോഴും നേരിട്ടുള്ള ചില വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിവേഗ റെയിലിന് സിൽവർ ലൈനിന് പകരം പുതിയൊരു അതിവേഗ റെയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു 100 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നടപ്പാവുകയാണെങ്കിൽ ഈ കേരളത്തിൽ ആകമാനം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടപ്പാക്കപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊതുവിലൊരു വികസനോന്മുഖമായ ഒരു ബജറ്റ് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് ചോദിക്കാനുള്ളത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഗതാഗതത്തിലുള്ള നവോത്ഥാനങ്ങൾ കൊണ്ടുവരുന്നത് തികച്ചും സ്വാഗതാർഹമാണ്. പക്ഷെ അത് പഠിക്കപ്പെടേണ്ടതുണ്ട്. അത് നടപ്പാക്കാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് പൊതുസമൂഹം, പ്രത്യേകിച്ച് വ്യാപാര സമൂഹം അതിനെ സ്വാഗതം ചെയ്യും. ഏതായാലും നമുക്കത് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ സിൽവർ ലൈൻ പ്രഖ്യാപിച്ചു, അതിനുവേണ്ടി ഏകദേശം 51 കോടിയോളം ചെലവഴിച്ചു. അത് പ്രായോഗികമല്ല എന്നുള്ളത് ഒരു സമൂഹം സ്വീകരിച്ചു. പക്ഷെ അന്നും നമ്മൾ പറയുന്നുണ്ട് അതിന് പകരം ഒരു അതിവേഗ പാത, റെയിൽവേ പാത അത് വേണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. തികച്ചും അത് പ്രായോഗികമായ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത് വികസനത്തിന് തുടക്കം തന്നെയാണ് തീർച്ചയായിട്ടും. ഡോക്ടർ മുനീർ ബാബു, ഈ നമ്മൾ സാധാരണ പറയാറുണ്ട് കേരളം കടക്കണ്ണിയിലാണ്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ഇതിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലാണ്, ശമ്പളം കൊടുക്കാൻ കഴിയില്ല, ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്ന ഈ ക്ഷേമ പദ്ധതികൾക്ക് എങ്ങനെ പണം കണ്ടെത്തുമെന്ന് അറിയില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ധനമന്ത്രി ബജറ്റ് പ്രഖ്യാപനത്തിൽ പറയുന്നത് തനത് നികുതി വരുമാനത്തിൽ വലിയ തോതിലുള്ള വർധനവുണ്ടാക്കാൻ,
ഏകദേശം 2021 അധികാരമാറ്റത്തിന് ശേഷം ഈ 5 വർഷം കൊണ്ട് 44,000 കോടി രൂപയിൽ നിന്ന് ഏകദേശം അതിൻ്റെ ഇരട്ടിക്കടുത്ത് തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് ഈ കേരളത്തിലൊരു വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണെന്ന് പറയാൻ കഴിയും. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ ഒരു പരിധിവരെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ള സൂചനയാണോ നൽകുന്നത്? നമ്മളൊരു സമ്പദ് വ്യവസ്ഥയുടെ ആകെ ഉള്ളൊരു സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 6.34% ആണ് വളർച്ച എങ്കിൽ ഓക്കെ, അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ നമ്മൾ കറണ്ട് സ്റ്റേറ്റിൽ 6.19, പക്ഷെ നമ്മളിപ്പോൾ ഗ്ലോബൽ ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ US-ൻ്റെയും അതേപോലെ അറിയാവുന്നതാണ് ഒരു ഗ്ലോബൽ അനിശ്ചിതാവസ്ഥ, യുദ്ധം കൊണ്ടാണെങ്കിലും ഇറാൻ മേഖലകളിലാണെങ്കിലും അതേപോലെ ഉക്രൈൻ റഷ്യ അതാണെങ്കിലും ഒരു ആഗോള ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നതിൽ ഇത് നല്ലൊരു വളർച്ചയാണ് എന്ന് മാത്രമല്ല, നമ്മളൊരു നോമിനൽ ഗ്രോത്ത് റേറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 10% വളർച്ചയുള്ള ഈ സ്ഥിതിയിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ധനകമ്മി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 2024-25 നമ്മൾ എക്കണോമിക് റിവ്യൂ പരിശോധിക്കുകയാണെങ്കിൽ 3.86 ആണ്. അത് 3.16 ധനകമ്മി ചുരുക്കാൻ കഴിയും എന്നുള്ളതും റവന്യൂ കമ്മി 1.9% അതിലേക്ക് ചുരുക്കാൻ കഴിയുമെന്നുള്ളതും ഇത്രയും ജനകീയമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും സർക്കാരിന് അങ്ങനെ ഒരു ഓറിയന്റേഷനും കൂടി ഉണ്ട് എന്നുള്ളതും അതിന് സ്വാഭാവികമായിട്ടും പരിമിതികളുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ FRBM ആക്ടിന്റെ ഒക്കെ പരിമിതികളുണ്ട്, കടമെടുക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരിക്കലും നമ്മൾ കടക്കെണിയിലാണെന്നെല്ലാം ഒരു അതിശയോക്തി കലർന്ന വാക്ക് മാത്രമാണ്. പിന്നെ ഒരിക്കലും കടക്കെണിയിൽ അല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. GST ആണെങ്കിലും നമ്മൾക്കറിയാം, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കേന്ദ്രീകൃത ഇതിലേക്ക് പോകുന്ന ഒരു ഇതാണ്. ഒരു ഫെഡറൽ സിസ്റ്റം ആണെങ്കിൽ പോലും നമ്മൾക്ക് സെൻട്രൽ ഗവൺമെന്റ് ഓറിയന്റഡ് ആയതുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പരിമിതികൾ ധാരാളം ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഈ ബജറ്റിനെ നോക്കിക്കാണാൻ. കേന്ദ്ര സർക്കാർ കേരളം പോലുള്ള സംസ്ഥാനങ്ങളോട് സാമ്പത്തികമായി വലിയ അനീതി കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെ മറികടക്കാനുള്ളൊരു വഴി എന്ന നിലയിലാണ് തനത് വരുമാനം, നികുതി വരുമാനം വർധനവ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ ബജറ്റിൻ്റെ സൂചന അനുസരിച്ചിട്ട് നികുതി വരുമാനത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഈ പുതിയ ക്ഷേമ പദ്ധതികൾ അതിനുവേണ്ടി കൂടുതൽ പണം ആവശ്യമായി വരുമ്പോൾ അത് ആർജിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ശേഷി കേരളത്തിനുണ്ടോ? കഴിഞ്ഞ തവണ തന്നെ പദ്ധതിയേതര ചെലവുകൾ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മറികടക്കാൻ കഴിയുമോ? ഈ കേന്ദ്രത്തിൻ്റെ ഈ സാമ്പത്തികമായ ഈ ധനം ചോർത്തിക്കൊണ്ടുപോകുന്ന ഒരു തരം നോട്ട് ചോരി ഒന്നുണ്ട് എന്നാണ് KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. അതായത് വോട്ട് ചോരി പോലെ തന്നെ നോട്ട് ചോരി, സംസ്ഥാനങ്ങളുടെ ആവശ്യമായ വിഹിതം നൽകാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിനെയും നമ്മൾ നേരിടേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം ബജറ്റിൽ പ്രസംഗത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിനെ മറികടക്കാൻ കഴിയുമോ? കേന്ദ്രം സ്വാഭാവികമായും സമ്മർദ്ദങ്ങളുണ്ടാക്കും, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ വിഹിതം തരില്ല. പക്ഷേ ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഈ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിക്കാൻ കഴിയുന്ന ഒരു നയം, ഒരു സൂചന ഈ ബജറ്റിലുണ്ടോ എന്നാണ് ഡോക്ടർ മുനീർ ബാബു. നമ്മൾ ലാസ്റ്റ് 5 വർഷത്തെ നികുതി വരുമാനവും അതേപോലെ നികുതിയിതര വരുമാനവും എടുത്തു നോക്കുകയാണെങ്കിൽ 1,52,645 കോടി രൂപ 5 വർഷം കൊണ്ട് നമ്മൾ പിരിച്ചെടുത്തു എന്നുള്ളത് ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ IT മേഖലയിലുള്ള എക്സ്പോർട്സ് 26,000 കോടിയാണ്. അതേപോലെ പുതിയ സംരംഭങ്ങൾ IT എന്റർപ്രൈസസ് 2.0 പ്രകാരം 3,29,000 പുതിയ സംരംഭങ്ങൾ വന്നു എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇത് കാണാം. ഞാനത് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് മേഖലകളിൽ ഈ ഒരു ഇതിൽ തന്നെ വളർച്ചകൾ, ഇത് ഞാൻ പറഞ്ഞില്ല 6% കൂടുതൽ വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു വൈബ്രന്റ് എക്കോണമി തന്നെയാണ്.
ഒരു വൈബ്രന്റ് എക്കോണമിയിൽ ഒരു റവന്യൂ റെസിലിയൻസ് ഉണ്ടാവും. പക്ഷെ എന്നാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടതായിട്ടുള്ള ഫണ്ടുകളുണ്ടാവും. ഇപ്പോൾ നമ്മൾ PM ശ്രീയുടെ ആണെങ്കിലും അതേപോലെ ഈ കോളേജ് അധ്യാപകരുടെ അരിയർ ആണെങ്കിലും ഒരുപാട് ആരോഗ്യ മേഖലയിലുള്ള അലോക്കേഷൻ ആണെങ്കിലും ഇപ്പോൾ പുതുതായിട്ട് വന്ന നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റത്തിൻ്റെ ഫലമായിട്ട് സംസ്ഥാനങ്ങളുടെ മേലിൽ അമിതമായി അടിച്ചേൽപ്പിക്കുന്നു. അതായത് മുമ്പ് 10% മാത്രം കൊടുക്കേണ്ടിരുന്ന സമയത്ത് 40%, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം 90% നിന്ന് 60% കുറയുമ്പോൾ അങ്ങനെയുള്ള സാമ്പത്തിക പറയാവുന്നത് സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ ഇടയിൽ അതാ പറഞ്ഞത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു, അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റായിരിക്കും എന്നുള്ളത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 6% വളർച്ച എന്ന് പറഞ്ഞാൽ അതിന് അനുസൃതമായിട്ടുള്ള വരുമാന വളർച്ച നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്രീ അബ്ദുള്ളക്കുട്ടി, ഈ ബജറ്റിനെ ധനമന്ത്രി വിശേഷിപ്പിക്കുന്നത് ഒരു ന്യൂ നോർമൽ സ്റ്റേറ്റാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം ഇതുവരെ നേരിട്ട ഒരു സാഹചര്യമല്ല ഉള്ളത്. നമ്മളൊരു പുതിയ ന്യൂ നോർമലിലേക്കാണ് പോയിരിക്കുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ പല പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നാണ്. അപ്പോൾ അത് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇപ്പം നേരത്തെ മുനീർ ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ പലതരം സംരംഭങ്ങൾ പുതുതായി രൂപപ്പെട്ടിട്ടുണ്ട്, അതിന് ഗവൺമെൻറ് വലിയ ഇനീഷ്യേറ്റീവുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മറുവശത്ത് നികുതി വരുമാനത്തിലുള്ള വർധനവ്, നികുതി പിരിവ് കൂടുതൽ ഊർജിതമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം നികുതി വരുമാനം തന്നെയാണ്. അതേസമയം തന്നെ ചെലവ് വലിയ തോതിൽ ശമ്പളത്തിനും പെൻഷനും ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു പ്രശ്നം കേരളം നേരിടുന്നൊരു വലിയ സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയാണ്. ഇതിനെ മറികടക്കുവാനും അതുപോലെ തന്നെ ഈ നികുതി വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ അത് വ്യാപാരികളെ പോലുള്ള വിഭാഗങ്ങളെ ദോഷകരമായി അവരുടെ കച്ചവടത്തെ ബാധിക്കാത്ത തരത്തിൽ അത്തരത്തിൽ നികുതി വരവ് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ കേരളം വികസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യാപാര വ്യവസായ മേഖലയിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ പ്രതിഫലനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളിലായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മൈൻഡ് സെറ്റിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. കേരളത്തിന് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ചിന്താഗതിയെ ഒരു പരിധിവരെ മാറ്റിയെടുക്കുന്നതിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ഒരു നിലപാടുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും കേരളത്തിനുണ്ടാകുന്ന നെഗറ്റീവ് കാഴ്ചപ്പാടിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു വികസന മനോഭാവം, എന്തിനേയും എതിർക്കപ്പെടുന്ന ഒരു മനോഭാവം കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ മാറാത്ത ഒരു വിഭാഗം, ഒരു സെക്ഷൻ എന്നുള്ളത് ബ്യൂറോക്രസിയാണ്. അത് യാഥാർത്ഥ്യം. ഇപ്പോഴും കേരളത്തിലെ ബ്യൂറോക്രസി ഒരു പ്രോ ഡെവലപ്മെന്റൽ അല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് വ്യാപാരികൾക്ക് നേരിട്ട് അറിയാവുന്നതാണ്. നിങ്ങൾ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ മറ്റു ഡിപ്പാർട്ട്മെന്റിലോ ഒക്കെ പോകുമ്പോഴും വികസനോത്മകമായ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗവൺമെന്റിന് പോലും ബ്യൂറോക്രസിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ വികസനങ്ങളും നികുതി വർധനവും ത്വരിതപ്പെടുത്തുവാൻ, അത് വ്യവസായികളെ അടുപ്പിക്കാൻ ബ്യൂറോക്രസിയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായിട്ട് നിലപാടുണ്ടാകണം. അതിൽ ഒരു ക്രമാതീതമായിട്ടുള്ള ഒരു ചേഞ്ചസ് വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ ഈ വ്യാപാര വ്യവസായ മേഖലയിൽ ഇതിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് പലതരത്തിൽ പരമ്പരാഗതമായി വ്യാപാര മേഖലയിലുള്ള ആളുകളെ ബാധിക്കുന്നുമുണ്ട്. അതിന് ഇത്തരത്തിലുള്ള സംരക്ഷണം നൽകുവാൻ ഗവൺമെൻറ്റിന് കഴിയുന്നുണ്ടോ എന്നുള്ള പ്രശ്നം. അപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് പോലുള്ള സംഗതികൾ, വലിയ തോതിലുള്ള ഷോപ്പിംഗ് മാളുകൾ, ഇതൊക്കെ തന്നെ വ്യാപാര മേഖലയെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനെ മറികടന്നിട്ട് വേണം ഈ ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ടോ? ഈ ബജറ്റ് അങ്ങനെ എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ എന്നുള്ളത്? ബജറ്റിൽ അത്തരത്തിലുള്ള സൂചനകളില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് അത് ഈ കാലത്തിന്റെ ഒരു ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സ് ആണ്. അതിനാർക്കും നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യുക, നമ്മൾ സ്വയം അപ്ഡേറ്റ് ചെയ്യുക, ടെക്നോളജിക്കലി ബിസിനസ് അപ്ഡേറ്റ് ചെയ്യുക. അതിന് AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതിലൂടെ ബിസിനസ് വർദ്ധിപ്പിക്കുക. പക്ഷെ ഇവിടെ നമ്മൾക്ക് ഓൺലൈനായിട്ടുള്ള സംരംഭങ്ങളെ
അത് മറ്റുള്ളവരുടെ നമ്മളെ തനതായ ബിസിനസിനെ ബാധിക്കും എന്നുള്ളത് ഒന്നും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അത് ലോകക്രമത്തിന്റെ ഭാഗമാണ്, അത് വികസനത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ കേരളത്തിലെ ഇപ്പോഴത്തെ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ യുവജനങ്ങൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിക്കലി ബിടെക്കും എംടെക്കും കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവരുടെ വിദേശത്തേക്കുള്ള പോക്ക് കൂടാൻ കാരണമാണ് ഇവർ വിദേശത്ത് പോയാൽ തന്നെ അവർക്ക് അട്രാക്റ്റീവ് സാലറി അവിടെ കിട്ടുന്നുണ്ടോ? നമ്മൾ അട്രാക്റ്റീവായി കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. എന്നാലും അവർ ഈ അങ്ങോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ കൂടുതലാണ്. പക്ഷെ ഇവിടെ അതിനുള്ള സാഹചര്യം കൂടി വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നോളജി കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇവിടെ ജോലി സാധ്യത കിട്ടാനുള്ള ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വ്യവസായ സമൂഹത്തിന്റെയും ഒക്കെ ജോയിന്റ് ആയിട്ടുള്ള ഒരു ജോബ് റിക്രൂട്ട്മെന്റ് സെല്ലുകൾ അടക്കമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്ക് നമ്മളതായുള്ള വർക്ക് ഫോഴ്സ്, യൂത്തിന്റെ കപ്പാസിറ്റി ഈ സംസ്ഥാനത്ത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അത്തരത്തിലൊരു നിലപാടുകൾ എടുക്കാൻ ഗവൺമെന്റ് ഒരു ശക്തമായ ഒരു പോളിസി ചേഞ്ചസ് കൊണ്ടുവരണം. എന്നാലേ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനോട് നടത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ വിഭവങ്ങളും ഈ സംസ്ഥാനത്തെ ഡെവലപ്മെന്റിനും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഡോക്ടർ മുനീർ ബാബു, ശ്രീ അബ്ദുള്ളക്കുട്ടി പറഞ്ഞ ഈ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ വലിയ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുന്നു, വലിയ തോതിൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടിയോ ഉറപ്പായ ജോലിക്ക് വേണ്ടിയോ ഒക്കെ പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിലെ തൊഴിൽ സാധ്യതകൾ കുറയുന്നത് കൊണ്ടല്ലേ അവരങ്ങോട്ട് പോകേണ്ടി വരുന്നത്? അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു, കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാകുന്നു എന്നത് നമ്മുടെ ഈ തൊഴിൽ ശക്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന് ആനുപാതികമായൊരു വർധന ഉണ്ടാകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മറുവശത്ത് അനേകം തൊഴിൽ മേഖലകൾ തകരുന്നുമുണ്ട്. പരമ്പരാഗതമായ പല തൊഴിൽ മേഖലകളും തകരുകയും അവിടെ തൊഴിൽരാഹിത്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാനും ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനുമുള്ള മാർഗങ്ങൾ ഈ ബജറ്റ് മാത്രമല്ല, കഴിഞ്ഞ ബജറ്റുകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള പുറം രാജ്യങ്ങളിലേക്കുള്ള ഒഴുക്ക് തടയുന്നതിന് ഒരു പക്ഷേ ഈ ഡിഗ്രി വിദ്യാഭ്യാസം വരെ ഫ്രീ വിദ്യാഭ്യാസം എന്നുള്ളൊരു അലോക്കേഷൻ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന പല പ്രശ്നങ്ങളും ഒരു ബജറ്റിലൂടെ മാത്രം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല എന്നുള്ളതും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വ്യവസായ സൗഹൃദ സംസ്ഥാനം, ഈ വ്യവസായ സൗഹൃദ സംസ്ഥാനത്തിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് അടുത്ത കാലത്തായി കേരളം. ഈവൻ നിങ്ങൾ ബിസിനസ് ലേഔട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഹർത്താലുകളാണെങ്കിലും അതായത് വ്യവസായങ്ങളെ പിന്നോട്ട് വലിക്കുന്ന പല ഘടകങ്ങളും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ബജറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന പ്രശ്നങ്ങളല്ല സംസ്ഥാനം അഭിമുഖീകരിക്കുന്നത്. പിന്നെ ഈ ആഗോളവൽക്കരണ കാലങ്ങളിൽ നമ്മൾക്ക് സ്റ്റുഡൻസിന്റെ പുറം രാജ്യങ്ങളിലേക്കുള്ള പോക്ക് തടയുക എന്നുള്ളത് ഇതല്ല. അവരുടെ എക്സ്പെക്ടേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വ്യത്യസ്തമായിരിക്കും. മുൻ തലമുറകളിൽ ഇതിന് സമമായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരവിടെ പോവുകയാണെങ്കിൽ തന്നെ അതൊരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതൊരു റെമിറ്റൻസ്, അതായത് ഫോറിൻ കറൻസി. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്രയോ പേര്, മലബാർ മേഖലകളിൽ നിന്നെല്ലാം ധാരാളം പേര് പോകുന്നു. അത് ഈ നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഇത് തന്നെയാണ്. ഇപ്പോൾ ആ ഒരു മൈഗ്രേഷൻ യൂറോപ്പ്, അതുപോലെ തന്നെ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇതുപോലത്തെ രാജ്യങ്ങളിലേക്കായി എന്നുള്ള ഒരു ഷിഫ്റ്റ്, മൈഗ്രേഷനിലുള്ളൊരു ഷിഫ്റ്റ് വന്നു എന്നുള്ളതും, ഇപ്പോൾ അവർ അവിടെ പഠിച്ച് ജോലി ചെയ്ത് ഇതാവുന്നു. പല ആളുകളും അവിടെ സെറ്റിൽ ചെയ്യാം. അതെല്ലാം സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു ഇതാണ്. ഇവിടെ നമ്മൾക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറുകളിൽ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഞങ്ങൾക്ക് ഗ്രേഡിങ്ങിൽ A++, അതായത് ഇന്ത്യയിലെ 100 കോളേജുകൾ എടുക്കുകയാണെങ്കിൽ 18 ആദ്യ റാങ്കിങ്ങിൽ വരുന്ന 18 കോളേജുകളിലും കേരളത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ മുൻനിരയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലും MG ആണെങ്കിലും എല്ലാം മുൻനിരയിലുള്ള യൂണിവേഴ്സിറ്റികളാണ്. അതുകൊണ്ട് തന്നെ പറയാനുള്ളത്, ഇതൊരു ആഗോള പ്രതിഭാസത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മൾക്ക് അതിനെ തടയേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു
അല്ല, ഈ അഭിപ്രായം. ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ ലേബർ ഫോഴ്സിൻ്റെയൊക്കെ മൂവ്മെൻ്റ് എന്നുള്ളത്, മൊബിലിറ്റി എന്നുള്ളത് ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ഭാഗത്തുനിന്ന്, കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന സംഗതി, ഇതിന് പകരം വയ്ക്കാവുന്ന തരത്തിലുള്ള സംഗതികൾ കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെ കേരളത്തിലെ ഈ തലച്ചോറുള്ള ചെറുപ്പക്കാരെ നിലനിർത്താനും അവരുടെ തൊഴിൽ ശക്തിയും അവരുടെ ബുദ്ധിശക്തിയും ഇവിടെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ശേഷികളെ വികസിപ്പിക്കാനും കഴിയും. അപ്പോൾ അതിന് ഈ ഒരു ബഡ്ജറ്റ് മാത്രമല്ല, നമ്മുടെ അത്തരമൊരു പൊളിറ്റിക്കൽ വിഷൻ നമുക്കുണ്ടോ എന്നുള്ള പ്രശ്നം നേരിടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ IT അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ, അതായത് ആധുനിക മേഖലയിലുള്ള അലോക്കേഷനാണ്. കൊട്ടാരക്കര ഒരു IT ഹബ്ബ്, അതുപോലെ തന്നെ ഇൻഫോർ പാർക്കിനുള്ള 546 കോടിയോളം അലോക്കേഷൻ, ഒരുപാട് അലോക്കേഷൻ നമുക്ക് ഈ ബജറ്റിൽ കാണാൻ പറ്റും. അതൊരു പരിഹാരമല്ല എങ്കിൽ പോലും, കാരണം നമ്മൾക്ക് തന്നെ അറിയാം, ആദ്യത്തെ IT പാർക്കുകൾ കേരളത്തിൽ വന്നതാണ്, ഇന്ത്യയിൽ തന്നെ. പിന്നെ നമുക്കത് ആ കാലങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല, പല കാരണങ്ങൾക്കും. കേരളത്തിലെ IT മേഖലയിൽ ധാരാളമായി തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്, പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഓട്ടോമേഷന്റെ ഭാഗമായിട്ടും ഇനി AI പോലുള്ള സംഗതികൾ AI റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി കോമ്പിറ്റന്റ് ആവുക, മത്സരാധിഷ്ഠിത അതിലേക്ക് പോവുക എന്നുള്ളതും, പിന്നെ ഇവിടെയുള്ള സംരംഭങ്ങളെ സംരക്ഷിക്കാനുള്ള ഗവൺമെന്റ് നയം ഇതിലുപരിയായിട്ട് വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുള്ള ഈ ബജറ്റിനെ നോക്കി കാണുകയാണെങ്കിൽ നമുക്ക് പല ആൾട്ടർനേറ്റീവ് ബജറ്റും പറയാൻ പറ്റും. പക്ഷേ ഇതൊരു ജനകീയ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു കാലമാണ്, അപ്പോൾ ഒരു ജനകീയ ബജറ്റാണെന്നുള്ളത് നിങ്ങൾ പോലും അംഗീകരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഘട്ടങ്ങളിലും ഞാനൊരു ഇത് നോക്കിയായിരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി കഴിഞ്ഞ വർഷം 1,45,587 പോസ്റ്റിങ്ങും, അതേപോലെ 3 ലക്ഷത്തിലധികം കഴിഞ്ഞ 5 വർഷത്തിൽ 60% പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പോയിന്റ്മെന്റും കേരളത്തിലാണ് നടക്കുന്നത് എന്നുള്ളതും പ്രശംസനീയമായ ഒരു കാര്യമാണ്. പക്ഷേ കേരളത്തിലാകെ ഗവൺമെൻറ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം 5.5 ലക്ഷത്തോളം മാത്രമാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ 5.5 ലക്ഷവും അവരുടെ ഫാമിലിയും കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺസിഡറബിൾ പോപ്പുലേഷനാണ് അത്. അത് ആ മേഖലയിൽ തന്നെ തൊഴിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ആശ്രയിച്ചുകൊണ്ട് ഇനി തൊഴിൽ മേഖലയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അതിനകത്ത്. അല്ല, ഒരിക്കലും ഗവൺമെന്റ് മേഖല തൊഴിൽ മേഖലയായിട്ട് കാണുന്നതല്ല. പക്ഷെ ഈ ഒരു ഘട്ടത്തിലും ഗവൺമെന്റ് ഈ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതും, അതേപോലെ പൊതുമേഖലയെ നമ്മൾക്ക്, അതായത് പബ്ലിക് സർവീസിനെ നമ്മൾക്ക് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും, നമുക്ക് പല ബ്യൂറോക്രാറ്റിക് ഹർഡിൽസ് പറഞ്ഞാലും അതെല്ലാം ഒരു ഭരണപരിഷ്കരണങ്ങളിലൂടെ മാറേണ്ടതാണ്, ഘട്ടം ഘട്ടമായിട്ട് മാറേണ്ടതുണ്ട്. അതേപോലെ ഇൻഫർമേഷൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിട്ട്, AI അഡോപ്റ്റ് ചെയ്തിട്ട് മാറേണ്ടതുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും മറ്റുള്ള വ്യത്യസ്ത മേഖലകളിലാണെങ്കിലും വരേണ്ടതുണ്ട്. അതിനോട് അബ്ദുള്ള കുട്ടി, മുനീർ ബാബു പറഞ്ഞതുപോലെ ഈ നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഈ ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് ഇത്തരം മാറ്റങ്ങളൊക്കെ അനിവാര്യമായ സംഗതി. എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വ്യാപാര മേഖലയിലും വ്യവസായങ്ങളുടെ മേഖലയിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പുതിയ പുതിയ സംരംഭങ്ങൾ, പുതിയ പുതിയ വ്യവസായ രീതികൾ, ആധുനികമായ ടെക്നോളജികൾ, ഇതൊക്കെ തന്നെ വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാനുപാതികമായ മാറ്റങ്ങൾ ലോകത്തുണ്ടാകുന്നുണ്ട്. ആ മാറ്റങ്ങൾ കേരളത്തിലും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നമ്മുടെ കുട്ടികൾ പോകുന്നു എന്നുള്ളത് ഒരു ലേബർ മൊബിലിറ്റിയുടെ അതുപോലെ തന്നെ ഇൻ്റലിജൻസിൻ്റെ മൊബിലിറ്റിയുടെ ഒക്കെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ അവകാശപ്പെടുന്നത് പോലെ ഒരു ഡെവലപ്മെൻറ്റ് കേരളത്തിൽ എത്രമാത്രം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പദപ്രയോഗം ബ്രെയിൻ ഡ്രെയിൻ, അതായത് നമ്മുടെ ബ്രെയിൻ ഒരുപാട് ട്രെയിൻ ചെയ്ത് വിദേശ രാഷ്ട്രങ്ങളിൽ പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഗൾഫുകളിൽ. പക്ഷെ അവിടെ ആ ബ്രെയിൻ ഡ്രെയിൻ ഉപയോഗിച്ച് അവര് വളർന്നു വന്ന് അവരുടെ റിസോഴ്സസ്, അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ബ്രെയിൻ ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. കേരളത്തിന്റെ വികസനത്തിന്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ നമുക്ക്, ടു ബി വെരി ഫ്രാങ്ക്, വിൽ ഹാവ് ടു അഡ്മിറ്റ് ഇറ്റ്, ദാറ്റ് ഇസ് the influence of girls, to be very frank. ആ ബ്രെയിൻ ഡ്രെയിനെ നമ്മൾ ബ്രെയിൻ ഗെയിൻ ആക്കി മാറ്റി എന്നുള്ളത് കേരളക്കാരുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ്സ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി വരേണ്ടിയിരിക്കുന്നു. ആ വരേണ്ടിയിരിക്കുന്നതിലേക്കുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 വിഭാഗത്തിന്റെ മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞു. ഗവൺമെന്റിന്റെ, അത് LDF ആവട്ടെ UDF ആവട്ടെ,
ഗവൺമെന്റിന്റെ മൈൻഡ് സെറ്റ് മാറി, ജനങ്ങളുടെ മൈൻഡ് സെറ്റ് മാറി. അതിന് പ്രൊപ്പോർഷൻ ആയിട്ട് ബ്യൂറോക്രസിയുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് നിങ്ങൾ വ്യവസായികളോട്, കച്ചവടക്കാരോട് പരിശോധിക്കുന്നത്. അവരോട് മാറിക്കഴിഞ്ഞാൽ പ്രോ ഡെവലപ്മെന്റൽ ബ്യൂറോക്രസി ആയി കഴിഞ്ഞാൽ ഇനിയും കേരളത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, ഈ ബ്യൂറോക്രാറ്റിക് ഹഡിൽസ് എന്നൊക്കെ ഉള്ളതൊരു പ്രശ്നം തന്നെയാണ്. ഈ മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കേരളം ഈ അവകാശവാദങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും കേരളത്തിന് പലതരം പദ്ധതികൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ താഴെത്തട്ടിൽ വന്ന കുട്ടികൾക്ക്, ഉദാഹരണത്തിന് SC ST വിദ്യാർത്ഥികളെ പോലുള്ള ആളുകളുടെ ഗ്രാൻഡ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഗ്രാൻഡ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, സ്കോളർഷിപ്പ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മാർജിനലൈസ് ചെയ്ത പല വിഭാഗങ്ങളുടെയും അലോക്കേറ്റ് ചെയ്ത ഫണ്ടുകൾ പോലും അവർക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ സൂചന ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് തന്നെയല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഡോക്ടർ മുനീർ ബാബു, അതങ്ങനെ മറച്ചു വയ്ക്കാൻ കഴിയുമോ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള യാഥാർത്ഥ്യത്തെ? സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പക്ഷേ അത് ക്യാഷ് ഇൻഫ്ലോയിലുള്ള ചെറിയ, ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമ്മുടെ ഒരു 70% റവന്യൂ അലോക്കേഷൻ, റവന്യൂ എക്സ്പെൻഡിച്ചർ വരുന്നത് നമ്മൾക്ക് സാലറി, അതേപോലെ പെൻഷൻ, അതേപോലെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, അതിലേക്കാണ് പോകുന്നത്. 70% അടുത്ത് 69%. അപ്പോൾ അതിൽ കഴിച്ചിട്ടുള്ള ബാക്കിയുള്ളതാണ് നമ്മൾക്ക് മറ്റുള്ള ഇതിലേക്കുള്ള അലോക്കേഷൻ വരുന്നത്. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കടം എടുക്കാനുള്ള പരിധി വെട്ടിക്കുറക്കുന്നു. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ നമ്മൾക്കറിയാം കിഫ്ബി ലയബിലിറ്റി പോലും നമ്മുടെ കടമെടുപ്പ് പരിധിയിലേക്ക് ഉൾപ്പെടുത്തുന്നു. അങ്ങനെ ആവുമ്പോൾ പലപ്പോഴും ആ ബജറ്റിൽ പ്രത്യേകം ഒരു പ്ലാൻ എ, പ്ലാൻ ബി ധനകാര്യമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞതുപോലെ വേണ്ടി വരുമെന്ന് പറഞ്ഞതുപോലെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു സമ്പദ് വ്യവസ്ഥയുടെ തൽസ്ഥിതി പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിലും ന്യൂനപക്ഷ സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ PhD സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പ്, വിദ്യാഭ്യാസ മേഖലകളിൽ ധാരാളം സ്കോളർഷിപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് മൗലാന ആസാദ് ഫെലോഷിപ്പ് എല്ലാം കേന്ദ്ര ഗവൺമെന്റ് നിർത്തിയ ഒരു കോണ്ടെക്സ്റ്റിലാണ്. അത് ധനകാര്യമന്ത്രി എടുത്തു പറയുകയും ചെയ്തു. ഇത് നടപ്പിലാക്കുന്നു എന്നുള്ളത് നല്ലൊരു പോസിറ്റീവായി കാണേണ്ട കാര്യമാണ്. എന്നാൽ പോലും നമ്മൾക്കൊരു ഫൈനാൻഷ്യൽ, ഐ വോണ്ട് സേ ഫൈനാൻഷ്യൽ ഡിസ്ട്രെസ്, പക്ഷേ ദർ ആർ ചലഞ്ചസ് ഉണ്ട്. അത് നമ്മൾ പക്ഷെ ഒരു ഫൈനാൻഷ്യൽ ഡിസ്ട്രെസ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, വിദ്യാഭ്യാസ മേഖലയെ വലിയ തോതിൽ വളർത്തുന്നു എന്ന് പറയുന്ന സമയത്താണ് ഞാനിത് പറഞ്ഞത്. ഗ്രാൻഡ് കൊടുക്കാതിരിക്കുക, സ്കോളർഷിപ്പ്, ഏറ്റവും മാർജിനലൈസ്ഡ് ആയ കമ്മ്യൂണിറ്റീസാണ് ഈ ദലിതരും ആദിവാസികളുമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഈ ഗ്രാൻഡൊക്കെയാണ് കൊടുക്കാതെ പോയത്. സ്കോളർഷിപ്പാണ് കൊടുക്കുക. അവരുടെ പഠനം മുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിദേശ സർവകലാശാലകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, എഡ്യൂക്കേഷൻ ഹബ്ബ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഒരു വിഭാഗത്തിന് ഇതിലേക്ക് എത്തിപ്പെടാനുള്ള അവസരം തടയുകയാണ്. അത് ഗവൺമെൻറ്റിന് സാധ്യമല്ലാത്തൊരു സ്ഥിതിയാണുള്ളത്. ഈ ഗ്രാൻഡിന്റെ കേസിൽ ഈ ഗ്രാൻഡ് ഇതെല്ലാം വളരെ സ്മോൾ അലോക്കേഷൻ വരുന്ന ഒരു ഇതാണ്. അതെ, വലിയൊരു അലോക്കേഷൻ ഒന്നും അല്ല. പക്ഷെ എന്തുകൊണ്ട് അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതൊരു പക്ഷേ ഈ ഗ്രാൻഡ് ഇപ്പൊ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഈ ഗ്രാൻഡ് അരിയറിയില്ല എന്ന് പറയാൻ പറ്റും. കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷമില്ല. ഓക്കെ, അപ്പൊ അത് ഫയൽ പ്രോസസ്സിങ്, അത് ഓൾ ഡിപ്പെൻസ്. പക്ഷെ അതേ സ്ഥിതിയിൽ മറ്റുള്ള ഇതിലെല്ലാം പലപ്പോഴും പദ്ധതി വെട്ടി ചുരുക്കിയ കേസുകൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. ഓക്കെ, മറ്റൊന്ന് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. പറഞ്ഞു എന്താ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്? ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഡെവലപ്മെന്റ് അപ്രോച്ച്, ഇപ്പം കഴിഞ്ഞ ബജറ്റുകളിൽ ഉണ്ടായിരുന്ന സിൽവർ ലൈൻ എന്നുള്ളൊരു വലിയ പദ്ധതിയെക്കുറിച്ചായിരുന്നു. ഒരു അർദ്ധ അതിവേഗ പാതയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് സിൽവർ ലൈന് കേന്ദ്രത്തിൻ്റെ അംഗീകാരം കിട്ടിയില്ല.
പകരം മറ്റൊരു പദ്ധതി കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഈ ശ്രീധരൻ വഴി മുന്നോട്ട് വെച്ചു. ഒരു അതിവേഗ റെയിൽപാത എന്നുള്ളൊരു പദ്ധതി മുന്നോട്ട് വെച്ചു. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു റാപ്പിഡ് ഒരു സിസ്റ്റം എന്ന നിലയിൽ ഒരു പുതിയ അതിവേഗ പാത കേരളം മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഇതൊക്കെ കോൺക്രീറ്റായി വേണ്ടത്ര പഠനം നടത്തിയിട്ടാണോ ഒരു പ്രപ്പോസൽ നടക്കാതെ പോയി അത് പെട്ടെന്ന് തന്നെ വേറൊന്ന് പ്രഖ്യാപിക്കുന്നു, അതിനുവേണ്ടി 100 കോടി രൂപ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്നു, പ്രാരംഭ ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പോൾ ഇത് വേണ്ടത്ര പഠനം നടത്തിയിട്ടാണോ ഇത്തരം ഒരു പദ്ധതി വീണ്ടും മുന്നോട്ട് വെക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ടോ, അതോ വികസനം നടക്കുന്നു എന്നുള്ള തോന്നൽ സൃഷ്ടിക്കുക മാത്രമാണോ ഉദ്ദേശം എന്നുള്ളത്? അല്ല, ഗവൺമെന്റ് ആൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു സിൽവർ ലൈൻ. പക്ഷേ RRTS ഇപ്പോൾ മുന്നോട്ട് വെച്ച RRTSന്റെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 100 രൂപ, ഏകദേശം 86 ലക്ഷം കോടി വരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും ഒരു പക്ഷേ. DPR വന്നാലേ അറിയൂ അതിൻ്റെ. ആ DPRുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ സർവേ എല്ലാം ഇനീഷ്യൽ പ്രാരംഭ ഘട്ടങ്ങൾക്കാണ് 100 കോടി വകയിരുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഫെഡറൽ വ്യവസ്ഥയിൽ ഈ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ശരിക്ക് ചെയ്യേണ്ടിയിരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട്, ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ന്യൂസാണ്, ഒരിക്കലും ഒരു ഗവൺമെന്റ് GO ആയിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടില്ല. ഇനി വരുന്ന ബജറ്റിൽ അനൗൺസ് ചെയ്യുമോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പോഴും കേരള ഗവൺമെന്റിന്റെ ഈ പ്രൊജക്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഈ സിൽവർ ലൈന് നമ്മൾക്ക് അറിയാം, പല സാങ്കേതിക കാരണങ്ങളും പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ റെയിൽവേ മിനിസ്ട്രിയുടെ സാങ്ഷൻ കിട്ടാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് ഈ RRTSുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതെല്ലാം ഭാവി 12 വർഷം, ഏകദേശം 12-15 വർഷം കൊണ്ട് നടപ്പിലാക്കേണ്ട പദ്ധതിയാണ് RRTS. അത് കാലത്തിനനുസൃതമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ധാരാളം പിന്നോട്ട് പോകും. നമ്മളിപ്പോൾ മുമ്പ് നമ്മൾ 6 വരിപ്പാത 4 വരിപ്പാത, ഇപ്പോൾ MG റോഡ് പ്രൊജക്ട് ഏകദേശം 5000 കോടിയുടെ അടുത്ത് അലോക്കേഷൻ വന്നിട്ടുണ്ട്. 5217 കോടി, അതായത് MC റോഡ് പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതെല്ലാം കാലാനുസൃതമായിട്ട് വരേണ്ട പദ്ധതിയാണ്. അതിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഇത് ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അല്ല, കേരളം പോലൊരു സംസ്ഥാനത്തിന് ഇനീഷ്യേറ്റീവ് എടുത്ത് താങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു 20% മേ ബി 2020 പ്ലസ് ഫോറിൻ ബോറോയിങ് ആയിരിക്കും ഒരു പക്ഷേ. അങ്ങനെയായിരിക്കും അത് പ്ലാൻ ചെയ്യുന്നത്. ആ മുൻ പ്രൊജക്റ്റ് അങ്ങനെ തന്നെയായിരുന്നു. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ പാർട്ണർഷിപ്പും കേരള ഗവൺമെന്റ് പാർട്ണർഷിപ്പും അതുപോലെ തന്നെ പിന്നെ ഫോറിൻ ഡെപ്റ്റ്, ഇതായിരുന്നു മുൻ പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചിരുന്നത്. അതുപോലെ തന്നെ ബജറ്റിൻ്റെ ഒരു ഗുണവശമെന്ന് പറയാവുന്നത് ഈ പറയുന്ന ആശാ വർക്കർമാർ, അതുപോലെ തന്നെ അംഗൻവാടി ജീവനക്കാർ, ഈ പാചക ശുചീകരണ തൊഴിലാളികൾ, ഈ മറ്റ് അസംഘടിതമായ വിഭാഗങ്ങളുടെ സ്കീം വർക്കേഴ്സ് എന്ന് പറയുന്നവരുടെ എല്ലാം വേതനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഈ സമരങ്ങളിൽ ആശാവർക്കർമാരുടെയൊക്കെ സമരം നടക്കുന്നു, കേരളത്തിന് അതിന് പണമില്ല, കേരളത്തിന് താങ്ങാൻ കഴിയില്ല, കേന്ദ്രമാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ആ പരിമിതികളെ മറികടന്നിട്ടുണ്ട്. ഈ ബജറ്റിലൂടെ അതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 തവണയായി ഒരു പക്ഷേ 1000 രൂപ വീതം കൂട്ടിയതിലൂടെ അവരുടെ വേതനത്തിൽ വലിയ വർധനമുണ്ടാവും. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ മാർക്കറ്റിലും ഉണ്ടാവും, ആളുകളുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റും ഇതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് സംസ്ഥാനത്തിന് ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ്. ഈവൻ കേന്ദ്ര ഗവൺമെന്റിന് റിസോഴ്സസ് മോണിറ്റൈസ് ചെയ്യാവുന്ന ഫ്രീഡം ഉണ്ട്. അതേപോലെ തന്നെ സോവറൈൻ പവറുള്ള. അപ്പം കേന്ദ്ര ഗവൺമെന്റ് ആണ് ശരിക്കും ഇതിൽ മുന്നോട്ട് വരേണ്ടത്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് പലപ്പോഴും ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വിമർശനമല്ല, എന്നാൽ പോലും ഞാൻ പറഞ്ഞുതരാം, പലപ്പോഴും ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ വന്ന ഒരു കാര്യം തന്നെ നോക്കൂ. 90% അലോക്കേഷനിലോടുത്ത് 60 ആയി കുറഞ്ഞു എന്ന് പറയുന്നത്, അതൊരു നമ്മൾ തൊഴിൽ മേഖലയിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളത് ഒരു മിഡ് ഏജും ഓൾഡ് ഏജുമായ ആളുകളാണ്. അതായത് മറ്റുള്ള മേഖലകളിലേക്ക് തൊഴിലെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലുള്ളവർ പോലും നമുക്ക് പേഴ്സണലായിട്ട് അറിയുന്നതാണ്, നമ്മൾ പലപ്പോഴും പഠിക്കുന്നതുമാണ് ഈ മേഖലകൾ. അപ്പൊ അവർക്കുള്ള ഒരു സപ്പോർട്ട്, അതോ ഒരു എൻടൈറ്റിൽമെന്റ് സ്കീമായിട്ട് വന്ന ഒരു ഇതാണ്. അപ്പൊ ഇതില് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഇങ്ങനത്തെ മേഖലകളിലുള്ള ഉദാഹരണത്തിന് അംഗനവാടികൾ വർക്കേഴ്സിനുള്ള സാലറി വർദ്ധിപ്പിച്ചതും അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിന്റെ ഒക്കെ, ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന് മുന്നോട്ട്
വെച്ച സ്കീമുകളാണ്. പക്ഷേ സ്കീമുകളാണ്. സെൻട്രൽ ഗവൺമെന്റ് പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതെ അതെ. അതിന്റെ ഒരു ഇത്. ആശ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന വോളണ്ടിയേഴ്സ് ആയിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ സെൻട്രൽ ഗവൺമെന്റിനാണ് കാര്യമായിട്ട്, അതാണ് ഒരു ഇന്ത്യ എന്നുള്ളൊരു കോൺസെപ്റ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളം എത്രയോ മുന്നോട്ട് നിൽക്കുന്നതാണ്. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലും ഇതുപോലെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരുടെയും ആരോഗ്യ മേഖലകളാണെങ്കിലും സാമൂഹിക മേഖലകളാണെങ്കിലും വളർച്ച പ്രാപിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ധനമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്നുണ്ട്, ഫെഡറലിസം എന്നുള്ളത് കേന്ദ്ര സർക്കാർ കൂടുതലായി ഷ്രിങ്ക് ചെയ്തുകൊണ്ട് അതിനെ അത് തകർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഫിനാൻഷ്യലായ ഫെഡറലിസത്തെയൊക്കെ തന്നെ അതിനെ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേരളം പോലൊരു സംസ്ഥാനത്തിന് വലിയ ഭാരവും വലിയ പ്രതിസന്ധികളും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെ മറികടക്കാവുന്ന ഒരു പാരഡൈം ഷിഫ്റ്റ് ഈ കഴിഞ്ഞ ബജറ്റുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം തനത് നികുതി വരുമാനം വർദ്ധിക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹമായൊരു കാര്യമാണെങ്കിലും നികുതിയേതര വരുമാനത്തിൻ്റെ വർധനവ് കൂടി ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ പ്രശ്നത്തെ മറികടക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. ഇല്ല, നമ്മുടെ നികുതിയിതര വരുമാനം വളരെ കുറവാണ്. നികുതിയിതര വരുമാനം നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് നമ്മുടെ നികുതിയിതര വരുമാനം. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ കമ്മീഷന്റെ ട്രാൻസ്ഫർ, ഇപ്പോൾ അടുത്ത 16ാം ധനകാര്യ കമ്മീഷന്റെ ട്രാൻസ്ഫർ വരുമ്പോഴൊക്കെ ആണെങ്കിലും അതിൻ്റെ മാനദണ്ഡങ്ങളും കേരളത്തിൻ്റെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിലും ജോഗ്രഫിക്കലായിട്ടാണെങ്കിലും നമ്മൾക്ക് അനുകൂലമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിന് ഉപരിയായിട്ട് കേന്ദ്രം പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ, ഇപ്പോൾ ഇനി വരുന്ന ബജറ്റിലാണെങ്കിലും ഇലക്ഷൻ ഇയർ ആണ് കേന്ദ്രത്തിനെ സംബന്ധിച്ചാണെങ്കിലും, തമിഴ്നാട്ടിലാണെങ്കിലും വെസ്റ്റ് ബംഗാളിലാണെങ്കിലും. അപ്പോൾ ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ സമയത്ത് നമുക്കറിയാം വലിയൊരു അലോക്കേഷനാണ് ബീഹാറിലേക്ക് കൊടുത്തത്. അങ്ങനെ ഒരു സെൻട്രലൈസേഷൻ, ഒരു കേന്ദ്രീകൃത ഇത് വരുന്നു എന്നുള്ളതിൽ, അതുപോലെ തന്നെ വിവേചനം വരുന്നു എന്നുള്ളതും വലിയൊരു ആശങ്ക പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സംസ്ഥാനത്തിന്റെ റവന്യൂ മൊബിലൈസേഷൻ ആണെങ്കിൽ വളരെ കുറവാണ്. അത് കേന്ദ്രീകൃതമാണ് ഇപ്പോൾ. ഓക്കെ, പെട്രോൾ പ്രൈസ് മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഈ GST നിന്ന് പുറത്തു നിൽക്കുന്നത്. അതിന്റെ പരിമിതി എല്ലാവർക്കും അറിയുന്നതാണ് വർദ്ധിപ്പിക്കാൻ. പിന്നെ നികുതിയിതര മേഖലകളിൽ എടുക്കുകയാണെങ്കിൽ മറ്റുള്ള ലാൻഡ് ടാക്സ് ആണെങ്കിലും ഫീ ആണെങ്കിലും അതേപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇതെല്ലാം ആൾറെഡി അതിലേക്കെല്ലാം ഇപ്പോൾ വർദ്ധിപ്പിച്ചാൽ ആ മേഖലകളെ ഒരു തിരിച്ചടിയായിരിക്കും. അവിടെ അഭിവൃദ്ധിപ്പെടേണ്ട മേഖലകൾ ചുരുങ്ങി പോകാനാണ് സാധ്യത ഈ ഒരു ഘട്ടങ്ങളിൽ. അപ്പോൾ ആ യാഥാർത്ഥ്യ ബോധവും കൂടിയും നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ അനീതിയെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര ഫണ്ടും ഇതൊന്നും അനുവദിക്കാത്ത പ്രശ്നത്തെ മറികടക്കാൻ കഴിയുന്ന ഒരു ഫിനാൻഷ്യലായ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകുന്നതുകൊണ്ടുള്ള പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് ഈ ബജറ്റിൽ കാര്യമായ ഒരു സൂചനയും നൽകുന്നില്ല. ഈ ഫെഡറലിസത്തെ അട്ടിമറിക്കുന്നു, മറ്റേ നോട്ട് ചോരി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എങ്ങനെയാണ് ഇതിനെ നേരിടുക എന്നുള്ളൊരു പ്രശ്നം സംസ്ഥാനങ്ങൾ നേരിടുന്നൊരു പ്രശ്നം, പ്രത്യേകിച്ച് BJP ഇതര സംസ്ഥാനങ്ങൾ, കേരളം പോലെ തമിഴ്നാട് പോലെ കർണാടകം പോലെയൊക്കെയുള്ള BJP അല്ലാത്ത പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക്, തമിഴ്നാടൊക്കെ പക്ഷേ ഒരു പരിധിവരെ അത് ഫൈറ്റ് ചെയ്ത് നേടുന്നുണ്ടെന്ന് തോന്നുന്നു. കേരളത്തിൽ ആ കാര്യത്തിൽ ഇതിനെ മറികടക്കാവുന്ന ഒരു സമീപനം, ഒരു നയം സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം കൂടെ നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് സാമ്പത്തിക മേഖലകളെ ഉപരിയായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യസ്തത. ഉദാഹരണത്തിന് നമുക്കറിയാം, വയനാട് പാക്കേജ് എടുക്കുകയാണെങ്കിലും കേന്ദ്രത്തിൻ്റെ സംഭാവന വളരെ കുറവായിരുന്നു. അതേപോലെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു ബജറ്റ് അലോക്കേഷനിലൂടെയല്ല ഇതുപോലത്തെ കാര്യങ്ങൾ പലതും അഡ്രസ്സ് ചെയ്യേണ്ടത്. പലപ്പോഴും ഇപ്പോൾ അബ്ദുൾ സാർ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞല്ലേ, ബ്യൂറോക്രാറ്റിക് ഹഡിൽസ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും, അതേപോലെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചുകൂടെ ബിസിനസ് ഫ്രണ്ട്ലി ആവാനുള്ള നിയമനിർമ്മാണം നടത്തേണ്ട മേഖലകളിൽ നിയമനിർമ്മാണം നടത്തുക. അതേപോലെ അതായത് ബിസിനസ്സസിന് ഫ്രീഡം, അവർക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന നിയമനിർമ്മാണവും പോളിസിയുമാണ് അത് ബജറ്റിൽ ഉപരിയായിട്ട് വരേണ്ട കാര്യങ്ങളാണ്. പുറത്തുള്ള വ്യവസായങ്ങളെ ഈ നമുക്കൊരു അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ തോന്നുന്നു. കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റാണോ ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ കൂടുതൽ വികസനവും പുരോഗതിയും ഉണ്ടാകുന്ന ഒരു ബജറ്റ്? ഈ ഗവൺമെൻറ്റിന് ഇനി നടപ്പാക്കാൻ 2 മാസമേ ഉള്ളൂ. അടുത്ത ഗവൺമെൻറ്റാണ് നടപ്പാക്കേണ്ടത്. ഒരു പക്ഷേ ഇവർ തന്നെ അധികാരത്തിൽ വന്നാൽ
ഇവർക്ക് ഈ ബഡ്ജറ്റ് നടപ്പാക്കാൻ കഴിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ശുഭസൂചനയുള്ള ബഡ്ജറ്റാണോ? ശുഭസൂചന എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് ആത്മവിശ്വാസത്തോടെയുള്ള ഒരു ബജറ്റാണ്. രണ്ടു സൈഡും കാണണമല്ലോ. ഓക്കെ, അതെ, വിമർശിക്കുന്നവരുണ്ടാവും. അതിലൊരു ജനകീയ മുഖം ഉള്ളതോടൊപ്പം തന്നെ എത്രത്തോളം ദീർഘദൃഷ്ടിയിലാണ് ഇതിന്റെ തീരുമാനങ്ങളൊക്കെ എന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ. നിങ്ങൾ വളരെ കുറഞ്ഞ മാസം ഇനി ബാക്കിയുള്ളൂ. ഏതായാലും ഒരു ദീർഘദൃഷ്ടിയിലുള്ള, അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫെഡറലിസത്തൊക്കെ പറഞ്ഞ പോലെ ഈ കേന്ദ്ര ഗവൺമെന്റ് ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങളുടെ സമീപനങ്ങളിൽ അത് ഫണ്ട് അലോക്കേഷൻ പോലുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പോലെ കേരളങ്ങള് റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു നയമായി സ്വയം നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് ഉയരാൻ സാധ്യതയുള്ള ടൂറിസം, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ കുറെ മാറി നമ്മൾ ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഡോക്ടർ മുനീറിനൊക്കെ അറിയാമായിരിക്കും. എഡ്യൂക്കേഷൻ ഒരു കാലത്ത് നമ്മൾ എത്ര ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും നമ്മൾ എഡ്യൂക്കേഷൻ ആശ്രയിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളെയാണ്. അപ്പൊ അത് കുറെ മാറ്റം വന്നു. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നു തുടങ്ങി. അങ്ങനെ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാൻ കേരളത്തിന് കഴിയും. അതേപോലെ തന്നെ ടൂറിസം മേഖലകളിൽ ഒരുപാട് ചേഞ്ചസും ഒരുപാട് റവന്യൂ, ഫോറിൻ ഏണിങ്സും ഒക്കെ കൊണ്ടുവരാൻ കേരളത്തിന് കഴിയും. ഒരു ഭാഗത്ത് ഒരുപാട് പ്ലാന്റേഷന്റെ നിശ്ചിത പെർസെന്റേജ് സ്ഥലങ്ങൾ ടൂറിസം വികസനത്തിന് ഉപയോഗപ്പെടുത്തിയിട്ട് നാടിനും റവന്യൂ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് ഒരു എന്താ പറയാ, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു എനർജറ്റിക് ആയിട്ടുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുള്ള, മറ്റുള്ള സംസ്ഥാനത്തേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, നേരത്തെ നമുക്കറിയാം, ഇപ്പൊ ദുബായ്, സിംഗപ്പൂർ, ഇവിടെ ഒന്നും പ്രത്യേകിച്ച് റിസോഴ്സസ് ഇല്ല, എന്നാൽ അവർ മുന്നേറി കഴിഞ്ഞു. അതേപോലെ തന്നെ ഇന്ന് ശരിക്കും ഇന്ത്യയിൽ ഏറ്റവും മുന്നേറാൻ സാധ്യതയുള്ള സംസ്ഥാനം കേരളമാണ്. അതിന് പഴയകാലത്തുണ്ടായിരുന്ന കുറെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, മൈൻഡ് സെറ്റിലൊക്കെ മാറ്റങ്ങൾ വന്നു. അങ്ങനെ മൈൻഡ് സെറ്റിലൂടെ മാറ്റങ്ങളും ദീർഘകാല കാഴ്ചപ്പാടുകളുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ഈ ബഡ്ജറ്റിന് പക്ഷേ 2 മാസത്തെ, 2-3 മാസത്തെ ആയുസേ ഉള്ളൂ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിൽ പോലും ഒരു വികസനോന്മുഖമെന്നും സാമൂഹ്യക്ഷേമ താല്പര്യം ഉൾക്കൊള്ളുന്നതുമായ ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ എന്തുമാത്രം നമ്മൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെയും കടക്കണിയെയും പോലുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളെയും ഒരു വികസനത്തിൽ ഉൾച്ചേർക്കുന്ന ഇൻക്ലൂസീവായിട്ടുള്ള ഒരു പോളിസി, ഒരു സമീപനം ഈ ബഡ്ജറ്റിലുണ്ടോ എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് അത് തെരഞ്ഞെടുപ്പിന് മുൻപായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. അത് നടപ്പാക്കുന്നത് ഒരു പക്ഷേ ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ നിലയിൽ അതിന് കുറേ കൂടെ റിയാലിറ്റിയിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടും സമീപനവും പ്രവർത്തന രീതിയും ഒക്കെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി ശ്രീ മുനീർ, അതുപോലെ തന്നെ ശ്രീ അബ്ദുള്ളക്കുട്ടി. താങ്ക് യു.